വേണ്ട വേണ്ട. ഞാനൊരു സുന്ദരം. നമ്മളിത് എങ്ങനെയാ പോകുന്നേ? സ്റ്റീപ്പ് റോക്ക്. നമ്മള് ശില്പ ചേച്ചിയും ശ്രീജിത്തേട്ടൻ, ആദർശേട്ടൻ, ശില്പ ചേച്ചി അവരെല്ലാവരും വേറെ വണ്ടിയിലുണ്ട്. അവരൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ അവരും വരുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ സ്റ്റീപ്പ് റോക്ക് പോവാണ്. ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല. നല്ല ഫോട്ടോ വേണം. നമ്മള് ആ സ്റ്റീപ്പ് റോക്കിൽ എത്തിയിട്ടുണ്ട്. മാഗ്നറ്റ് പോലെ ഇപ്രാവശ്യത്തെ വരവിന് എനിക്ക് റീൽസ് എടുക്കാനൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ വരുമ്പോൾ നമ്മൾ റീൽസ് എടുക്കാൻ പ്രിപ്പയർ ചെയ്ത് കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് അടുത്ത പ്രാവശ്യം വരും. അത് നല്ല രസമുണ്ട്. വാഴയിലാണ് കിടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വാഴയില. നമ്മളിവിടെ നിലത്ത് വന്ന് ഇരുന്നു. ആരും കറുത്ത ഡ്രസ് ഇട്ടോണ്ട് ഇവിടെ നമ്മളിതാണ്ട് ഈ സാധനം ഉണ്ടാക്കണം. ചേച്ചി മഞ്ഞൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെക്കാം. ഇതാണ് കുറച്ച് നിരപ്പുള്ളത്. വിശ്വാസം എന്റെ മനുഷ്യനെ തന്നെ എടുത്തിട്ട് പരന്ന കല്ലുകൾ വേണം. അത് വേണ്ട. ഇതാണ് നമ്മുടെ ബേസ്. അപ്പൊ നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുവാണ്. കാറ്റിന് എപ്പോഴും ഒരു ശമനമില്ല. നമ്മൾ ഫുഡ് കഴിക്കാനും പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകാനുമായിട്ട് നമ്മൾ ലൊക്കേഷൻ നോക്കി പോവാണ്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ കുറേ കഷ്ടപ്പെട്ട ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് ഫുഡുകളൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് വെയിറ്റ് ചെയ്യാണ്.
ആദർശത്തെ വരെ സ്ഥലം നോക്കാനായിട്ട് പോയേക്കുവാണ്. ബട്ട് ഒത്തിരി അതാണ്ട് കിളികളൊക്കെ കുറേ താഴെ പറക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയാണ്. അത് വെയിലത്ത് ഞാനും തിരിച്ചും കൂടെ വാഷ്റൂമിൽ പോയി തിരിച്ചു വരികയാണ്. ഞാൻ പവർ ബാങ്ക് ഇട്ടിട്ട് ഫോൺ ചാർജിനിട്ട് ഇങ്ങനെ പോകുന്നു. എണ്ണ കളിക്കാൻ വന്നടാ. ഞാൻ ഇവിടെ കിടപ്പായി. ഞാനും അങ്ങനെ നമ്മള് രണ്ടുപേരും അവളുടെ കൂടെ പോയി കിടക്കുക. എല്ലാരും ബീച്ചിൽ പോകാനായിട്ട് ഇറങ്ങുവാണ്. ഞാനിവിടെ ടെന്റിൽ വന്ന് കിടന്നു. ചേച്ചി അങ്ങോട്ട് എന്നെല്ലാരും നിർബന്ധിക്കുന്നു ഇറങ്ങാനായിട്ട്. പക്ഷെ ഞാൻ ഇറങ്ങില്ല. ടു കോൾ തന്നെ ചേച്ചി. ശില്പ ചേച്ചി തണുത്തു പോയിന്ന്. ഇതിന് തണുപ്പ് വന്നിട്ട് ഇത് കേറി അല്ലേ? ഇതിന് തണുപ്പ് വന്നു പോയി. വെളുത്ത പക്ഷി എന്ത് ഞാനും കൊച്ചപ്പനും കുട്ടിപ്പട കുപ്പിയിലുണ്ട്. ശില്പ വാഷ്റൂമിൽ ഞങ്ങളുടെ വാഷ്റൂം എന്താണെന്ന് അറിയാമോ ഗൈസ്? ഐസ്ക്രീം കഴിക്കാൻ പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ വാഷ്റൂം. അത് പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ട് ആ പൈസ ഉണ്ട്. ഗ്രൂപ്പായിട്ട് ഏട്ടന് വാഷ്റൂമിൽ പോണോ? ഞാൻ ഇവരുടെ കൂടെ വാഷ്റൂമിൽ പോയിട്ട് വരാം. പിള്ളേര് ചിപ്പി ചേച്ചിയുടെ ഔട്ട്ഫിറ്റ് ഫ്ലെക്സ് ചെയ്യട്ടെ. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ. റെസ്റ്റോറൻ്റാന്ന് തോന്നുന്നു. ആൾക്കാർക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണതാണ്. ടാൻ ആവുന്നു. വാഷ്റൂമിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കും. അങ്ങനെയല്ല, വാഷ്റൂമിൽ പോകുമ്പോൾ നിൽക്കുന്ന ആളുടെ കിടക്കാണ്. ഞാൻ ഐസ്ക്രീം കഴിച്ചിട്ട് ഏകദേശം ഒരു 5-6 മാസമായി കാണും. ശില്പയുടെ കോൺസെൻട്രേഷൻ. എന്തൊരു സന്തോഷം. ഐസ്ക്രീം എന്തൊരു സന്തോഷം. ശില്പ മുഖത്തെ കൊതി കണ്ടോ? എനിക്കും കിട്ടിയിട്ടുണ്ട്. അനിയുള്ള ആളല്ലേ?
ഓ ശ്രീജിത്തേട്ടൻ വാഷ്റൂമിൽ പോയല്ലേ? കള്ളം പറയുന്നു. ചൂടാ ഋതു നമ്മള് ഫോട്ടോ എടുക്കാനായിട്ട് ശില്പ ടീച്ചറിന് വെയിറ്റ് ചെയ്യണം. ഓ നല്ല കിളികൾ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മള് റീൽസ് എടുക്കാനായിട്ട് ഓടിക്കുന്നു. പഠിച്ചു കഴിഞ്ഞില്ല. അപ്പൊ നമ്മള് ഇവിടെ നിന്നിട്ട് ഡാൻസ് റീലൊക്കെ എടുത്തായിരുന്നു കേട്ടോ. നല്ല ക്ലിയറൊക്കെ നല്ല ഭംഗിയിട്ട് ഡാൻസ് റീലൊക്കെ എടുത്തു കഴിഞ്ഞു. നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, അതെ നമ്മൾ ആദ്യം പോയ വാഷ്റൂമിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയത്. പിള്ളേർ കാണാതിരിക്കാൻ വേണ്ടി ചേച്ചി ജീവനും കൊണ്ട് ഓടായിരുന്നു. ഇത് കൊച്ചപ്പനും ഞാനും കൂടെ കാറിനകത്തേക്ക് പോണ്. അയ്യോ, നമ്മളപ്പോൾ ഇന്നത്തെ ഫുൾ പരിപാടി കഴിഞ്ഞ് പോവാണ്. രാത്രി 7:30 നമ്മൾ തിരിച്ച് പാർക്കിംഗ് ലോട്ടിലേക്ക് വന്നു. ഞാൻ കാറിപ്പോൾ പോയി കഴുകിയുള്ളൂ, പിന്നെയും ഫുള്ള് ചെളിയായിട്ടുണ്ട്. ഓ എടുത്തുതരാം. ആ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്ന സമയത്ത് വന്ന സ്ഥലത്ത് എന്തോ ഇവന്റ് നടക്കുവാണ്. ശ്രീജിത്തരൻ ചെറുക്കൻ്റെ വീട്ടുകാരാണെന്ന് പറഞ്ഞു പോയി. ഫുഡ് അടിക്കാനാണ് പ്ലാൻ. ഉണ്ടല്ലോ, കൊള്ളാലോ. വേണ്ട വേണ്ട, ആ ഓക്കെ പക്കം. ഇതാണ് നമ്മൾ സിംഗിൾ ആയിട്ട് വന്നാലും പ്രശ്നം. ഫുൾ ഫാമിലി ഫോട്ടോ എടുക്കുന്നത് നമ്മൾ സിംഗിൾസ് ആയിരിക്കും. അയ്യോ, അച്ഛനും മോള് മാത്രമുള്ളല്ലോ. അങ്ങനെ ഈ ഫാമിലിയും കഴിഞ്ഞു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ഏതെങ്കിലും ഫാമിലീസ്? കൊച്ചൊരു പൂ തിന്നു കേട്ടോ. നമ്മൾ രണ്ടാമത് വേറൊരു സ്റ്റോപ്പ് കൂടെ ചെയ്തു. പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. അവിടെ സ്റ്റോപ്സ് കഴിഞ്ഞ് 2 വണ്ടികൾ പോകുവാണ്. ബായ്. ആ വണ്ടിയും പോയി. ബായ്. സഞ്ജയേട്ടന് ഡ്രോൺ ഷോട്ട് എടുക്കണം എന്ന് പറഞ്ഞ് നമ്മള്